താരസംഘടനയായ AMMയുടെ ഭരണസമിതി തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിച്ചു തുടങ്ങി. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കുഞ്ചാക്കോ ബോബൻ അടക്കം സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ട്. അടുത്ത മാസം 15-നാണ് തെരഞ്ഞെടുപ്പ്. സജോ ദേവസ്യ നൽകും വിവരങ്ങൾ. സജോ, കൂടുതൽ വിവരങ്ങൾ. താരസംഘടനയിൽ തിരഞ്ഞെടുപ്പ് കാലമാണ്. ഈ മാസം 24 വരെ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കും. അടുത്ത മാസം 15-നാണ് തിരഞ്ഞെടുപ്പ്. താരസംഘടനയുടെ പ്രസിഡന്റ് പദവിയിലേക്ക് ആരെത്തും എന്നത് തന്നെയാണ് ഏറ്റവും കൗതുകമുള്ള ചോദ്യം. നടൻ കുഞ്ചാക്കോ ബോബൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചേക്കും എന്നതാണ്. അതിൽ സമവായം ഉണ്ടാകുമോ, അതല്ല മത്സരം തന്നെ നടക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. കുഞ്ചാക്കോ ബോബൻ മത്സരരംഗത്തുണ്ടാകും എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതോടൊപ്പം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇടവേള ബാബു തിരിച്ചെത്തിയേക്കും, അല്ലെങ്കിൽ അദ്ദേഹം മത്സരരംഗത്തുണ്ടാകുമെന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ബാബുരാജിനെ മാറ്റി നിർത്തണമെന്ന ആവശ്യം ഒരു വിഭാഗം ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം ഈ ശാക്തിക ബലാബലമൊക്കെ, അതായത് ഈ പദവികൾ സംബന്ധിച്ചുള്ള ചർച്ചകൾ വളരെ സജീവമാണ്. വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കി ഈ തിരഞ്ഞെടുപ്പ് ചർച്ചകൾ, ചേരി ബലാബലങ്ങളൊക്കെ ഇപ്പോൾ തന്നെ നടക്കുന്നുണ്ട്. പുതിയ പ്രസിഡന്റ് ആരാകും, ജനറൽ സെക്രട്ടറി ആകും, സ്ത്രീകളുടെ പ്രാതിനിധ്യം, കൂടുതൽ പ്രാതിനിധ്യം സംബന്ധിച്ചും ചർച്ചകളുണ്ട്. നിലവിൽ തന്നെ പ്രത്യേക പങ്കാളിത്തമുണ്ട്. പക്ഷേ അതുകൂടാതെ പ്രധാനപ്പെട്ട പദവികളിലേക്ക് കൂടി ഒരുപക്ഷേ വനിതാ താരങ്ങൾ ചേർന്ന് ഒരാളെ നിർത്തിയേക്കും എന്ന സൂചന പുറത്തു വരുന്നുണ്ട്. നവ്യ നായരെ മുന്നിൽ നിർത്താൻ അവർ ശ്രമിക്കുന്നു. ഏതായാലും സജീവമായ തിരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് താരസംഘടന കടന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ശരി, എന്തായാലും AMMയുടെ ഭരണസമിതി തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിച്ചു തുടങ്ങി. സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത്.